ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് നമ്മൾ GTA 5 ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് ഏതായാലും നേരെ GTA 5 പോയേക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് GTA 5 ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് എന്ത് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാർ ഡ്രൈവിംഗ് മറ്റേ ടാക്സി ഡ്രൈവർ ഫ്രാങ്ക്ലിൻ. അത് തന്നെ, ടാക്സി ഡ്രൈവർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട്, അതൊരു പാർട്ട് 2 ആണ് ഗൈസ് ഇത്. അപ്പൊ ഏതായാലും കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോ ഏതായാലും ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? വർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സ്വന്തം കമ്പനി അത് കാരണം നമുക്ക് പിന്നെ ആരോട് ചോദിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. എത്തിയിട്ടുണ്ട് നമ്മള്. ഓക്കെ, നമ്മുടെ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഗൈസ് ഈ കാണുന്ന. ഓക്കെ ഗൈസ്, അപ്പൊ ഈ കിടക്കുന്നതാണ് നമ്മുടെ ടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പ് ഏതാണ്? ഇവനാണ് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ്. ഓക്കെ സാർ, കയറി. ഓക്കെ, ഇവനെ നമ്മള് ഇടിപ്പിക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടിപ്പൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ടിപ്പൊക്കെ ഈ ഒരു ഏരിയയിൽ എഴുതി കാണിക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങോട്ട് പോയേക്കാം. എന്റെ അമ്മ ഇതന്നെ ഗൈസ്, ദൈവം തന്നെ നടന്നു. അടിച്ചുപോയി. ഓക്കെ ബാക്ക് ഇപ്പൊ വരാവേ. ലൈൻ കട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ടാക്സി ഏരിയയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അതെ നമ്മുടെ ടാക്സി ഡേ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ ടാക്സി എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് അതിലോട്ട് കയറാം. എന്നിട്ട് നമുക്ക് വർക്ക് റീകണ്ടിന്യൂ ചെയ്യാം. നേരത്തെ എന്തോ പറ്റിയ ഗൈസ്, ബഗ് എങ്ങാണ്ടോ അടിച്ചാണ്, എന്തോ പറ്റിയതാണ്. കൈതെറ്റി എന്തോ കറക്റ്റ് അറിയത്തില്ല എന്നാ പറ്റിയെന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ വർക്കാണ് നമ്മള്. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഇടിപ്പിക്കാതെ പോണം. അവൻ തന്നെ ഇത് അല്ലല്ല, ശിവനെ കൊണ്ടുവിടാം നമുക്ക് ആദ്യം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ആണ് ഗൈസ്, കന്നി കസ്റ്റമർ ആണ്. നിങ്ങളപ്പോ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 3K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടി കുറച്ചുകൂടെ വാച്ച് ടൈം കൂടെ മതി ഗൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് തന്നെ. ഓക്കെ, നമുക്ക് ഏതായാലും തിയേറ്ററിലൊക്കെ നല്ല ഓട്ടം ഉണ്ടല്ലോ. കിടന്നോളുന്നവന്മാർക്ക് നല്ല ഇതായിരിക്കും ഗൈസ്, കാരണം പൈസ. കാരണം കുറെ പേര് വണ്ടി ഇല്ലാത്തവരൊക്കെ തിയേറ്ററിൽ ടാക്സി വിളിച്ച് ഓട്ടോ വിളിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പൊ ലോസ് ആൻഡസിൽ ഓട്ടോ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത കാരണം ടാക്സി ആണല്ലോ. അത് കാരണം നമ്മളിവിടെ റേഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഗൈസ്. ഇപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു ഡൗൺ ടൗൺ ക്യാബ് കമ്പനി തന്നെ വിളിക്കാൻ നോക്കുക ഗൈസ്. ഊബറിലൊക്കെ ഉണ്ട്. ഓക്കെ, ലോസ് ആൻഡസിൽ ഊബറിലുണ്ട്. പിന്നെ നമുക്ക് GTA ഓൺലൈൻ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഒരു ഊബർ കമ്പനി തുടങ്ങാൻ പ്ലാൻ ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, GTA ഓൺലൈൻ നമ്മുടെ ഇല്ല, അതിനുള്ള പൈസ നമ്മുടെ ഇല്ല. അപ്പൊ ചാനലൊന്ന് മോണിറ്റൈസ്ഡ് ഒക്കെ ആയിട്ട് വേണം നമുക്ക് GTA ഓൺലൈൻ ഒക്കെ മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഓൺലൈനായിട്ട് കളിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ കസ്റ്റമറിനെ നമ്മൾ ഇവിടെ വിടുവാണ്. ഇവിടെ കിടക്കട്ടെ. ടിപ്പ് തരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. ഓ ഗൈസ്, അവൻ 73 രൂപ ടിപ്പായിട്ട് വന്നിട്ടുണ്ട്. പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അടുത്ത ആള് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മുടെ അടുത്ത ആള്. ഓക്കെ, ബ്രോ കയറി ഡ്രൈവ് ടു ദിസ് ഡെസ്റ്റിനേഷൻ. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കത്തില്ല. നമ്മൾ പാവപ്പെട്ട ഒരു ജോസഫ് പിള്ളയാണ്.
നമ്മൾ ഇവിടെ ഒരു ഡൗൺ ടൗൺ ക്യാബ് കമ്പനി നടത്തുന്നു. അമ്മേ ക്യാമറയിൽ ഒന്ന് നോക്കാൻ പോയി. ഇപ്പൊ വണ്ടി ഇടിച്ചാണ്. ചേട്ടാ ഇച്ചിരി ഒന്ന് പിടിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഭയങ്കര റിസ്കി ആണെങ്കിലും ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ആൾക്കാരെ സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, വലിയ ചെറിയ ഇടിയൊക്കെ ഇടിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മുടെ പൊക്കത്തെ സാധനം എടുത്ത് പോയി. കുഴപ്പമില്ല കേസ്, അത് വേറെ സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ ഭയങ്കര ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് നമ്മുടെ വീടല്ലേ ഇത്. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മൾ ഇടിക്കുന്നൊക്കെ വെച്ച് ആർക്കൊന്നും പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇടിപ്പിക്കുന്നതൊക്കെ. അത് ആൾക്കാരെ വിട്ട് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി റീഫ്രഷ് ആവുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഭയങ്കര റിസ്കിയാണ് ഗൈസ്, ഉണ്ടോ? പക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ നമ്മുടെ കുറെ ഡൗൺ ടൗൺ ക്യാബ് കമ്പനീസ് ഉണ്ടല്ലോ, നമ്മുടെ ക്യാബ് കമ്പനിയിൽ നമ്മൾ പോകുന്നത് നല്ല പെട്ടെന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടായിരിക്കും പോകുന്നത്. അയ്യോ ചേച്ചി പിടിക്കണ്ട, കുഴപ്പമില്ല, ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് മക്കളെ. ഓ അത് പൊളിയായിരുന്നു. എടുത്തേക്കാം. ഓ $45 ട്രിപ്പ് വന്നു ഗൈസ്, കണ്ടോ? നമ്മൾ ഭയങ്കര ഫേമസ് ആണ് ഗൈസ്. ചേച്ചി ട്രിപ്പിന് പോണോ? ആയിക്കോട്ടെ. എവിടെയാണ്? കുറച്ച് ദൂരം പോണം ഗൈസ്. നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിയൊക്കെ കറങ്ങിയിട്ട് പോയാ മതിയായിരിക്കത്തില്ല ഗൈസ്. നമുക്ക് ഓക്കെ, വർക്ക് മുഖ്യം. ഏതായാലും നമുക്ക് വർക്കിന് പോയേക്കാം. വേറെ എവിടെയെങ്കിലും കറങ്ങാനുള്ള സ്ഥലമുണ്ടോ? നമുക്ക് അവിടെയൊക്കെ കറങ്ങിയിട്ട് വരാം ഗൈസ്. ഓക്കെ, ഈ ഒരു വർക്ക് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇപ്പൊ സമയം എത്രയായി? ഓക്കെ, 11. ഓക്കെ, ഇപ്പൊ രാവിലെ 11 മണിയായിട്ടുണ്ട്. കുറച്ചുകൂടെ വർക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേലും കറങ്ങാനൊക്കെ പോവാം. ബീച്ച് സൈഡിലോട്ട് പോവാം ഗൈസ്. ബീച്ച് സൈഡിലോട്ട് പൊളിയായിരിക്കും. ബീച്ച് സൈഡിൽ പോകണം. നമുക്ക് കുറച്ച് വൈബൊക്കെ അടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ കുറച്ച് ഉന്മേഷം കിട്ടും ഗൈസ്. ഇതിലേ അല്ലേ പോകേണ്ടത്? ഇവിടെ എങ്ങോട്ടോ ആണ് അവന്റെ വീട്. വേണ്ട കേറ് ബ്രോ. ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ? അങ്ങോട്ട്. ഓക്കെ, ഇത് ബീച്ച് സൈഡ് അടുത്താണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മൾ ഓൺ ഡ്യൂട്ടിയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. കേട്ടോ, എമ്പുരാൻ കണ്ടായിരുന്നോ? അങ്ങനെയുണ്ട് വേണം. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പിടിക്കാം. ഓക്കെ, എന്നാ പിടിച്ചു. പെട്ടെന്ന് എത്തിയല്ലേ നമ്മള്? ഓ, ബീച്ചിന്റെ അടുത്താ ഗൈസ്. ഇറങ്ങിപ്പോ സാർ. ഓ ഗൈസ്, 56 ടിപ്പ് കിട്ടി ഗൈസ്, 56 ടിപ്പ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ബീച്ച് സൈഡിലോട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ചില്ലടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. റോളർ കോസ്റ്ററിലൊക്കെ ഒന്ന് കേറിയാലോ? നമുക്ക് കുറച്ച് റോളർ കോസ്റ്ററിലൊക്കെ കേറിയിട്ട് വരാനല്ലേ. നമുക്ക് ആദ്യം റോളർ കോസ്റ്ററിലൊക്കെ കേറാം. ഞാനല്ല മാറാക്കാം. ഓക്കെ, അവിടെ അടുത്ത നിപ്പുണ്ട്. നമുക്ക് റോളർ കോസ്റ്ററിലോട്ട് കയറാമെന്ന് ചോദിക്കാം. ദേണ്ട നടക്കുന്നു നമ്മുടെ കാർ. ഇനി ഇത് കയറണോ? ജയന്റ് വീലില്
വേണ്ടല്ലേ ഇനി ജയന്റ് വീലിയും കയറിയിട്ട് സമയം കളയണ്ട. നമുക്ക് കുറച്ചു നേരം ബീച്ചിന്റെ അങ്ങേ മൂലയ്ക്ക് പോയിട്ട് ചില്ല് ചെയ്യാം. നമുക്ക് ആ ഗിറ്റാർ വായിക്കുന്ന അവിടെ പോയിക്കോ. ചേട്ടാ കൊള്ളാം കൊള്ളാം. നമ്മളെ സാധാരണ വരുമ്പോ ഇവനെ ഇടിച്ചിടാറാണ് പതിവ്. പക്ഷെ ഇപ്പം ആവാൻ തോന്നുന്നു. എന്നടാ എന്നടാ നീ പാട്ട് പോയിട്ടേ പോകത്തുള്ളൂ. എന്തരാ എന്തരാ അതിനകത്താരും ഇല്ല ഗൈസ്. ഓക്കെ നമുക്ക് ഏതായാലും സമയം കണ്ട നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കയറാം ഗൈസ്. ഓക്കെ കുറെ പേര് ടാക്സി കിട്ടാതെ വെയിറ്റിംഗ് ആണ്. നമുക്ക് അങ്ങോട്ട് വാടാ 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 പയ്യ. സർ കുഴപ്പമൊന്നുമില്ലല്ലോ. വലിയ ആക്സിഡന്റ് ആയി പോയി. കുഴപ്പമില്ല. അങ്ങനെ നിർത്തിയിടാം. ഓ ഗൈസ് ഇത്ര ഇടിച്ചിട്ടും പുള്ളി $51 ടിപ്പായിട്ട് തന്നാണ്. ഓക്കെ നമുക്ക് ഏതായാലും നമ്മുടെ അടുത്ത പിക്കപ്പ് വിളിക്കാം. ടാക്സിയിൽ ഇപ്പൊ ഒരാളെ വിളിക്കും. ബാപ്പരി ഇതിനെങ്ങോട്ടാണ് പോണ്ടത്? ഇത് കുറെ ദൂരം പോണെങ്കിൽ കുറച്ച് പൈസ മേടിക്കൂല്ലോ. ഇടിക്കാതെ കൊണ്ടുപോകണം. ഓ ഇടിച്ചില്ല ഗൈസ്. ഇടിച്ചില്ല. ഓ ഇടിച്ചു വണ്ടി മറിഞ്ഞു. ഇടിച്ചില്ല ഗൈസ്. അതിന്റെ ഇടയ്ക്കൂടെ പോയി. പക്ഷെ ഇപ്പുറത്ത് വന്ന് വേറൊരു വണ്ടിക്ക് ഇടിച്ചു. അത് കുഴപ്പമില്ല. ആ പോകുന്ന ലോറിയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ. അതിനിട്ട് ഇങ്ങനെ ഇടി കൊടുക്കുക. ഓക്കെ നിങ്ങളെ കയ്യിൽ ഇതുപോലെ ചളുങ്ങത്തൊന്നുമില്ല ഗൈസ്. അതെ ഓ സോറി. ഓക്കെ അവൻ നമുക്ക് ഓക്കെ നല്ല പൈസ തന്നിട്ടുണ്ട് ഗൈസ്. ടോട്ടൽ 300. ഓക്കെ 300 രൂപ. റൈഡേഴ്സ് ഗ്യാങ് അല്ലേ പോകുന്നത്? അവൻ എന്തെങ്കിലും കാണിക്കട്ടെ ഗൈസ്. ഓക്കെ നമ്മുടെ ശത്രുക്കളാണ്. എന്നാലും നമ്മളിപ്പോ മാന്യവും മര്യാദയായിട്ടാണ് ജീവിക്കുന്നത്. അത് കാരണം കുഴപ്പമില്ല. ഓ ഇത് അടുത്താ ഗൈസ്. ഈ ചേച്ചി ഇച്ചിരി പോവാണല്ലോ. ഇങ്ങനെയല്ല നന്നിരുന്നാ മതിയായിരുന്നു. ചേച്ചിക്ക് ഇവിടം വരെ നടന്നാ മതിയായിരുന്നു. കാല് വീയാത്ത ചേച്ചിയാന്ന് തോന്നുന്നു. പൈസ തന്നിട്ടുണ്ട്. ഓക്കെ ബ്രോ നമുക്ക് ഇത് പറഞ്ഞോടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം ഗൈസ്. ഓക്കെ ഇത് ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്താണ്. ഇതൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ വാ ചേച്ചി. വൈ നോട്ട്? ഓ ഇത് നമുക്ക് പോകേണ്ട വഴിയാണ്. അത് കാരണം അല്ല പോകേണ്ട വഴിയേ അല്ല. ഇവിടെ അടുത്താണ് കേസ്. ഈ ഒരു വെള്ളം കടന്നു പോയാൽ മതി. ഓക്കെ ഈ ഓഫ് റോഡിന്റെ പൊക്കത്താന്ന് തോന്നാൻ ചേച്ചിയുടെ വീട്. കാണുന്ന വീടാന്ന് തോന്നാ ചേച്ചിയുടെ. അല്ല വീടല്ല അത്. വീടാ അത്. ഇവിടെ നിർത്തിയാൽ മതിയല്ലോ. ഇത് പശുവൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ചേച്ചി ബൈ ബൈ. വീട്ടിൽ പശുവൊക്കെ ഉണ്ടല്ലോ. ഒരു പശുവുള്ളൂ? ഒറ്റ പശുവുള്ളൂ? അല്ല 2 പശുവുണ്ടോ? അപ്പുറം പശുവിനെ വെടിവെച്ചിട്ടാലോ? ഓക്കെ ചേച്ചി അപ്പം ബൈ ബൈ. കേസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി നമുക്ക് നിർത്തിയിട്ട് നേരെ വീട്ടിൽ കിടന്നുറങ്ങാം കേസ്. വീട്ടിൽ പോയി കിടന്നുറങ്ങാം നമുക്ക്. നമ്മുടെ വീട് ഇത്രയും ദൂരെയാണ്. ഓക്കെ ഏതായാലും പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം. Sorry bro, I am not for job.
അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വീടെത്താറായി. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ വീടെത്തി. ഓ, നമ്മുടെ കാർ ആരെണ്ണം കൊണ്ടിട്ടിട്ടുണ്ടല്ലോ ഇവിടെ. ഈ ടാക്സി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓ, ഇടിച്ച്. ഓക്കെ, കിടക്കാം. എടാ ചോപ്പേ, ചോപ്പുണ്ട് ചോപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഇനി തൊട്ടുള്ള അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫ്രാങ്കിലിന്റെ മാമന്റെ മോനായത്, അതായത് ഷിൻചാൻ എന്ന് പറയുന്ന ചെറുക്കൻ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ തൊട്ട്. അപ്പോൾ ഷിൻചാനും ഫ്രാങ്കിലിനും കൂടെ കാട്ടിക്കൂട്ടുന്നതായിരിക്കും നമ്മുടെ ലോസ് ആഞ്ചൽസിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അയ്യോ ചേറില്ല താഴെ പോയെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം ബൈ ബൈ, ടാറ്റാ.